എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ഇപ്പോൾ മുഹമ്മദ് സൈൻ സമാൻ എന്ന 8 വയസ്സുകാരനാണ്. തിരൂരിൽ വി അബ്ദുറഹ്മാൻ തോറ്റാൽ താൻ മൊട്ടയടിക്കുമെന്നായിരുന്നു പിതാവുമായുള്ള പന്തയം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ആ 3ാം ക്ലാസ്സുകാരൻ വാക്കും പാലിച്ചു. വെട്ടം പഞ്ചായത്ത് മുറിവഴിക്കൽ സ്വദേശിയും അധ്യാപകനുമായ കണ്ണാത്ത് സൈനുൽ ആബിദിന്റെ 3ാം ക്ലാസ്സുകാരനായ മകൻ മുഹമ്മദ് സൈൻ സമാനാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരിക്കുന്നത്. തിരുനിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിരുന്ന വി അബ്ദുറഹ്മാൻ തോറ്റാൽ മൊട്ടയടിക്കുമെന്നായിരുന്നു പിതാവ് സൈനുൽ ആബിദിനോടുള്ള പന്തയം. സൈനുൽ ആബിദ് ഇത് ഫാമിലി അംഗങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ചെയ്തു. ഉറപ്പാണ് മോനെ, മാമൻ തോറ്റാ പിന്നെ മൊട്ടടിക്കേണ്ടി വരും. അടിക്കും മാമ തോക്കൂല, എനിക്ക് ഉറപ്പാ ജയിക്കും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ മാമൻ തോറ്റതിലുള്ള സങ്കടവും പറഞ്ഞ് വാക്ക് നിറവേറ്റുകയായിരുന്നു മുഹമ്മദ് സൈൻ സമാൻ എന്ന 8 വയസ്സുകാരൻ. മൊട്ടടിക്കാൻ പോവല്ലേ? നമ്മുടെ കുട്ടി സഖാവ് ഇതാ ബെറ്റടിച്ചിട്ട് വാക്ക് പാലിച്ചുകൊണ്ട് വരുന്നത്. മൊട്ട സഖാവ് ഇതാ കുട്ടി സഖാവ് ഇതാ മൊട്ടടിച്ചിട്ട് വന്നിരിക്കുന്നത്. തോറ്റതിൽ സങ്കടമുണ്ട്. അബ്ദുറഹ്മാൻ ഇനിയും മത്സരിക്കും, ജയിക്കുക തന്നെ ചെയ്യുമെന്നും മുഹമ്മദ് സൈൻ സമാൻ TCV ന്യൂസിനോട് പറഞ്ഞു. മാമനും ജയിക്കാനും വേണ്ടിട്ട് മാമൻ ജയിക്കുന്നല്ലേ വെറ്റിച്ച്? ആരേറ്റ വെറ്റിച്ച്? ഞാൻ ജയിച്ചു ജയിക്കുന്നേ, പക്ഷെ തോറ്റി. മാമൻ എന്താ മത്സരിക്കും? മാമൻ അടുത്ത മത്സരത്തിൽ നമ്മൾ ജയിക്കും. സമാനും കൂട്ടുകാരും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നുവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലും തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസം അവനുണ്ടായിരുന്നതായി CPM മുറിവഴിക്കൽ ബ്രാഞ്ച് സെക്രട്ടറി ജംഷീർ പറഞ്ഞു. കേരളത്തിൽ നടന്ന തോൽവിയുടെ ഭാഗമായിട്ട് തിരൂരും തോൽക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ആ ബെറ്റ് ഇവന് ഏറ്റെടുക്കണം. ഏറ്റെടുക്കണതിലൊരു ഇതുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ ബെറ്റുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ കുഞ്ഞു പ്രായത്തിലും അവൻ്റെ ഒരു വാക്കുകളുണ്ട്. ഞാൻ സഖാവാണ്, ഞാൻ പറഞ്ഞാൽ വാക്ക് പാലിക്കും എന്നുള്ള അത് അനർത്ഥമായൊരു ഇതാണ്. നമ്മൾ എല്ലാ ആളുകൾക്കും ആ വാക്ക് പാലിക്കുക എന്നുള്ളത്, അവൻ പറഞ്ഞ വാക്ക്, അതാണ് സഖാവ് എന്നുള്ളതാണ് അവൻ്റെ ഇത് വന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ തോൽവിയിൽ നിന്നും ഒരു എനർജി, ആ വാക്കിൽ നിന്ന് നമുക്ക് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു എനർജി ഉണ്ടാവുകയുണ്ടായി. പന്തയത്തിൽ തോറ്റാൽ മൊട്ടയടിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വാക്ക് നിറവേറ്റുമെന്ന് കരുതിയില്ലെന്ന് പിതാവ് സൈനുൽ ആബിദ് പറഞ്ഞു. മത്സരം നടന്ന സമയത്ത് ഒരു തമാശക്ക് ഒരു ബെറ്റ് വെച്ചതാണ് അവർക്ക്. അപ്പോൾ ബെറ്റ് വെച്ച് ഞങ്ങൾ സ്വാഭാവികമായിട്ട് അതെന്ത് ചെയ്തു, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്തു. നിർഭാഗ്യവശാൽ മാമന് തോറ്റു. ഇവരൊക്കെ പ്രചരണത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ ചോദിച്ചു, ഇവിടെ മൊട്ടടിക്കാന്ന് പറഞ്ഞ സഖാവ് ഇവിടെ മൊട്ടൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവനോട് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഞാൻ മൊട്ടടിക്കുമല്ല, ഞാൻ സഖാവല്ല, ഞാൻ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിരുന്നു, അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ മൊട്ടടിച്ച് വന്നു, വീഡിയോ ഒക്കെ എടുത്തത് ഇട്ടപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ആദ്യം തന്നെ ബിനീഷ് കുടിയേരി ഷെയർ ചെയ്തു അവരുടെ ഒഫീഷ്യൽ പേജിൽ. പിന്നെ അതുപോലെ തന്നെ MLA കണ്ണൂരിലെ MLA ഷെയർ ചെയ്തു. പിന്നെ അങ്ങനെ VP ഷാനു അവരൊക്കെ സ്റ്റാറ്റസ് വെച്ചു. പിന്നെ അതങ്ങനെ ഫേമസ് ആയി. മുഹമ്മദ് സൈൻ സമാൻ മൊട്ടയടിച്ചതിന് പിന്നാലെ മകന് ഐക്യദാർഢ്യവുമായി സൈനുൽ ആബിദ് മൊട്ടയടിച്ചു. മകന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഈ കുട്ടി സഖാവിനെ അഭിനന്ദിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വീഡിയോ കോളിൽ സമാനം വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ബിനീഷ് കൊടിയേരിയും ഫോണിൽ വിളിച്ചു. വിജിൻ MLA ഫേസ്ബുക്കിൽ പോസ്റ്റും പങ്കുവച്ചു. CPM നേതാക്കൾ സമാന്റെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു.